പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ പൊരുത്തമുണ്ടായിരിക്കുക. ഇതിനെയാണ് ആദർശം എന്ന് പറയുന്നത്. വേറൊരു ആദർശ ജീവിതമില്ല. അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പറയുന്നതെല്ലാം പഴയത്, പ്രവർത്തിക്കുന്നതെല്ലാം പുതിയത് എന്നുള്ളതാണ്. വായിച്ചതും പഠിച്ചതുമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷേ ഇപ്പോഴത്തെ സൗകര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ആദർശം എന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് പ്രത്യയശാസ്ത്രവും പ്രയോഗവും തമ്മിലുള്ള പൊരുത്തത്തിലാണ്. വേറൊരു ആദർശമില്ല. വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. മനുഷ്യൻ ഒറ്റക്കല്ല. ഞാൻ പ്രവർത്തിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുക. അതൊരു കാരുണ്യമല്ല. ആരും ഒറ്റക്കല്ല എന്ന ബോധ്യം കൊണ്ടാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. ലോകം നന്നാക്കാനല്ല, എല്ലാവരും നന്നാകാനാണ്. അതിനെയാണ് വർഗബോധം എന്ന് വിളിക്കുന്നത്. അതും പൊള്ളയായ ആദർശ ജീവിതവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ ജന്മിയായി ജനിച്ച തൊഴിലാളി വർഗം എന്നെ ദത്തെടുത്തു, ഞാനിപ്പോൾ തൊഴിലാളിയാണ് എന്ന് EMS പറഞ്ഞത്. തൊഴിലാളി വർഗം ദത്തെടുത്തു എന്നാണ്, ദളിതൻ ദത്തെടുത്തു എന്നല്ല പറഞ്ഞത്.